കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാള മാധ്യമങ്ങൾ നിരന്തരം പറയുന്ന ഒരു കാര്യം BJP വളരെ പിന്നാക്കാവസ്ഥയിലേക്ക് പോകുന്നു. അവർ ഈ പറയുന്ന സീറ്റുകളൊന്നും നേടാൻ കഴിയില്ല, ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നൊക്കെ പല വിശകലനങ്ങൾ വരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നു. മോദി BJP തകരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭയങ്കരമായ രീതിയിൽ വർഗീയത പറയുന്നത് എന്ന് ആണ് ഒരു വലിയ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന വലിയ കാര്യമുണ്ട്. അതായത് മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം പേരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ബഹുഭൂരിപക്ഷം പേരും പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഓതിക്കൊടുക്കാത്തൊരു രഹസ്യമുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഇവർ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. പകരം അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഓരോ വാക്കുകളിൽ പൊതിഞ്ഞുകെട്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ തിക്തഫലമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇന്ത്യയിൽ അനുഭവിക്കുന്നത്. ഇതിനു മുൻപ് ഈ രാജ്യത്തിൻ്റെ സ്വത്തിലെ അവകാശി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നേതാക്കളുമായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് തങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മുഴുവൻ സംവരണവും ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ BJP തകർക്കാനായിരിക്കാം നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ വാർത്ത കൊണ്ട് ഗുണം BJPക്കാണ്. കാരണം മോദിയെ നിങ്ങൾക്ക് ഇന്നും ഇന്നലെയും അറിയാൻ തുടങ്ങിയതല്ല. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയും വരുന്ന ഏതൊരു വിഷയങ്ങളെയും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ മിടുക്കനാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി വരുന്നത് തടയാൻ, അതായത് മൂന്നാം വട്ടവും മോദി മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ കോൺഗ്രസ് ഒരു വലിയ പ്രചരണം ഗുജറാത്തിൽ അഴിച്ചുവിട്ടിരുന്നു. അതിലവർ പ്രധാനമായി പറഞ്ഞൊന്ന് മോദിക്ക് 500 ജോഡി വസ്ത്രങ്ങളുണ്ട് എന്നായിരുന്നു. മറ്റൊന്നും മോദിക്കെതിരെ അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മോദി ഒരു അഴിമതിക്കാരനാണ്, 500 ജോഡി വസ്ത്രങ്ങളുണ്ടെന്ന് കോൺഗ്രസ് വളരെ പരസ്യമായി തന്നെ എല്ലാ റാലികളിലും പറയാൻ തുടങ്ങി. മോദി അതിന് മറുപടി പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഒരു റാലിയിൽ അതിന് മറുപടി പറയുകയുണ്ടായി. ആ റാലിയിൽ അവിടെ കൂടിയ ജനത്തിനോട് അദ്ദേഹം ചോദിച്ചത്, എനിക്ക് കാറുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടോ? ഇല്ല. എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇല്ല. ഒടുവിൽ ആ ജനത്തോട് തന്നെ മോദി ചോദിച്ചു, എനിക്ക് 500 ജോഡി ഡ്രസ്സുണ്ടെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ലോകത്ത് ഏതെങ്കിലും ഒരു ധനികന് പോലും 500 ജോഡി ഡ്രസ്സുകൾ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല. ഇനി അഥവാ മോദിക്ക് 500 ജോഡി ഡ്രസ്സുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊരൊറ്റ ചോദ്യത്തിൽ അവിടെ കൂടിയിരുന്ന ജനം ഒന്നടങ്കം പറഞ്ഞത് ക്ഷമിക്കുമെന്നാണ്. കാരണം അവർക്ക് ആ നേതാവിലൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുതന്നെയാണ് മോദിയുടെ കരുത്തും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികളും പ്രചരണ പരിപാടികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അപ്പോൾ വീണ് കിട്ടുന്ന വിഷയങ്ങൾ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ അറിയാവുന്ന തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 ചായവാല എന്നുള്ള ഒരൊറ്റ വിളിയിൽ അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു. പിന്നീട് 2019 എത്തിയപ്പോൾ ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. അവിടെ രാജ്യം കാക്കുന്ന ആ പ്രധാനമന്ത്രി എന്ന റോളിലേക്ക് മോദി ഉയർന്നു. ഏറ്റവും ഒടുവിൽ കുടുംബമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനും മോദി ഒരു ഉത്തരം കണ്ടെത്തി. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളാണ് തൻ്റെ കുടുംബമെന്ന്. അങ്ങനെ ഒന്നിനൊന്നായി തന്നെ വരുന്ന ആയുധങ്ങളെ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കുന്നൊരു നേതാവാണ്. അവിടെയാണ് പഴയ കാലങ്ങളിൽ കോൺഗ്രസ് നടത്തിയ ന്യൂനപക്ഷ പ്രേമത്തിൻ്റെയും ഇല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെ ഒരു വോട്ട് ബാങ്കായി നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോയതിൻ്റെയുമൊക്കെ ഒരു വലിയ ചരിത്രം മോദിയെടുത്ത് പുറത്തിട്ടത്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. BJP എന്ന ഹിന്ദുത്വ ആശയം പേറി മുൻപോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോഴവർ ഹിന്ദുത്വത്തെ ദേശീയതമായി കൂട്ടിക്കെട്ടുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവർ ഹിന്ദുവിനെ ശ്വസിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് അവരില്ലായിരുന്നെങ്കിൽ ഹിന്ദുത്വം തന്നെ ഇല്ലെങ്കിൽ ഹിന്ദു തന്നെ തകർന്നു പോകുമെന്ന് കരുതുന്ന ബഹുഭൂരിപക്ഷം പേര് ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുതന്നെയാണ് ആ പാർട്ടിയുടെ കരുത്തും. അവരില്ലായിരുന്നെങ്കിൽ തങ്ങൾ പണ്ടേക്ക് മണ്ണടിഞ്ഞു പോകുമെന്ന് അവർ ചിന്തിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങൾ ഒരു വോട്ട് ബാങ്കായി മാറിയത് എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്കിടയിൽ ഐക്യമില്ലായിരുന്നു. അവർ വിഘടിച്ച് നിന്നിരുന്നു. ആ വിഘടിച്ച് നിന്നതിൻ്റെ ഇടയിലാണ് ന്യൂനപക്ഷങ്ങൾ കരുത്ത് നേടിയത്. ആ കരുത്താണ് ഇന്ന് മോദി തകർത്തെറിഞ്ഞത്. അത് വാക്കുകളിലൂടെ ആയിരുന്നില്ല. ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഹൈന്ദവരിലായാലും മുസ്ലിങ്ങളായാലും ഒക്കെ തന്നെ വികസനമെത്തിച്ചു. ആ വികസനം എത്തിയതോടുകൂടി വലിയവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ ഒരു അന്തരത്തിന് കുറവ് വന്നു. ചെറിയവൻ്റെ വീട്ടിലും ഗ്യാസ് അടുപ്പ് എത്തിയപ്പോൾ അവന് ആവലാതി അല്പം കുറഞ്ഞു. അവിടെ അവന് ജാതി പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല എന്നൊരു ബോധ്യം അവന് തന്നെ ഉണ്ടായി. ഇവിടെയാണ് ജാതീയ കോട്ടകൾ മോദി പതുക്കെ തട്ടി അകറ്റിയത്. ഇവിടെയാണ് ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൺസോൾട്ടേഷൻ ഉണ്ടായത്. ഇതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് ഇല്ലെങ്കിൽ അവരെ പുകഴ്ത്തി 1ാം നമ്പറാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ
മാധ്യമങ്ങൾക്കോ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ടും അറിയാതിരിക്കുകയാണ്. പഴയ കള്ളങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഒരുപക്ഷെ ചക്ക വീണ് വീണ്ടും മുയൽ ചത്താലോ എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ്. പക്ഷേ ആ പരീക്ഷണം എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ മോദി പറയുന്നതിനോടൊപ്പം ജനം നിൽക്കുന്നത് ആ നേതാവിലുള്ള വിശ്വാസം കൊണ്ടാണ്. കേരളത്തിൽ പോലും ഒരു മോദി ഫാക്ടറുണ്ട്. ഒപ്പം തന്നെ BJPക്ക് അനുകൂലമായൊരു തരംഗമുണ്ടെന്ന് തുറന്നു സമ്മതിക്കാൻ കോൺഗ്രസും CPM തയ്യാറാകുന്നിടത്താണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് മൂടി വെച്ചുകൊണ്ട് ചില നുണകൾ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ അവതാരക ചോദിക്കുന്നു, മോദി തോക്കുമെന്ന ഭയം കൊണ്ടാണോ പച്ചയ്ക്ക് വർഗീയത പറയുന്നതെന്ന്. ഇതിനു മുമ്പ് ഇവിടുത്തെ സംവരണം മുഴുവൻ ജയിച്ചാൽ ഒരു ന്യൂനപക്ഷത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കത് തോന്നിയില്ല. ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വത്തിന് അവകാശികൾ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കത് തോന്നിയില്ല. ഇന്നും അതേതരം വൺ വേ ട്രാഫിക്കാണെന്ന് ബഹുഭൂരിപക്ഷത്തിന് തോന്നി തുടങ്ങിയിട്ടും ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഇത് രാജ്യം പുതിയതാണ്, അതായത് രാജ്യത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങൾക്കും ആ ജനങ്ങളുടെ രാജ്യത്തിൻ്റെ പല വികസന സ്വപ്നങ്ങൾ അടക്കം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങളിപ്പോഴും ജീവിക്കുന്നത് 1947കളിലാണ്. ആ കഥയാണ് ഇപ്പോഴും നിങ്ങൾ പാടി നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ പിന്നാലെ ക്യാമറയും തൂക്കി നടന്ന് വർഗീയത എന്ന് പറയുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് രാമരാജ്യമാണോ അതോ ജിഹാദി വോട്ട് ബാങ്കാണോ എന്ന്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടി അത്തരത്തിൽ സംസാരിക്കുന്നത് ഇതാദ്യവുമല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതുമയുമില്ല. ഏതായാലും ഇത്തരം വാർത്തകൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് ഗുണം ചെയ്യുക BJPക്ക് തന്നെയായിരിക്കും. ഇതന്നെയാണ് ന്യൂസിന് നമ്മളതിൽ പോയിൻ്റ്. നന്ദി, നമസ്കാരം.